ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് കഴിച്ചവർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് മറക്കാൻ പറ്റില്ല. നല്ല രുചിയുള്ള കട്ട്ലറ്റാണ്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് വെച്ചതാണ് കേട്ടോ. നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് വെച്ചതാണ്. ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടുക. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നേരം ലോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേറെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഈ ഒരു ഗരം മസാലപ്പൊടിയും അതുപോലെ ആ കുരുമുളക് പൊടിയും കൂടി തന്നെ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പിടാതെയാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുന്തി നിൽക്കണ്ട, കുറച്ചൊന്ന് കുറഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴേക്കും ആ ഒരു മസാലയിലേക്ക് അത് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ മുട്ട മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ടാണ് കോൺഫ്ലോർ ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ബ്രെഡ് ക്രംസ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഫില്ലിങ്ങും അത്യാവശ്യം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് പിടിച്ചെടുക്കാം. അതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഏത് അളവിലാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ എടുക്കുക. സാധാരണ നമ്മുടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലറ്റ് കുറച്ചൊന്ന് വലുതായിരിക്കും. സാധാരണ നമ്മൾ നോർമൽ കിട്ടുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് വലുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിൽ മുക്കുക. അതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് സോസ് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ വെജിറ്റബിൾ ഫില്ലിങ്ങിന് വേണ്ടി എടുത്ത ബീട്രൂട്ടിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ബീട്രൂട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഒരുപാട് ആവശ്യമില്ല, വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അടിച്ചെടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ അടിച്ചെടുക്കണം. നമ്മൾ അടിച്ചെടുത്ത മിക്സ് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി, ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട. ഇനി ഈ ഒരു മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി.
ഈ ഒരു ടൊമാറ്റോ സോസ് ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ടാവും. റോസ് സ്മെല്ലൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ചൂടായ എണ്ണയിലേക്കല്ല, ഒരു മീഡിയം ഫ്ലെയിമിലുള്ള എണ്ണയിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കുക. അല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും ആവശ്യം വരില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള ബ്രെഡ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരാനുള്ള സമയം എടുക്കുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ സോസ് ഇതാ ഇതുപോലെ ആറി നല്ല ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കഴിച്ചവർക്ക് അറിയാം ആ ഒരു ബീട്രൂട്ട് സോസിൻ്റെ ഒരു ടേസ്റ്റ്. ബീട്രൂട്ട് സോസും ചെറിയൊരു സാലഡും അതുപോലെ തന്നെ ഈ ഒരു കട്ട്ലറ്റും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഒരു കട്ട്ലറ്റ്, അതുപോലെ തന്നെ കുറച്ച് സവാള, കുറച്ച് തക്കാളി, അതുപോലെ 2-3 പച്ചമുളക്, കൂടെ തന്നെ നമ്മുടെ ഈ ഒരു സോസും കൂടി ചേർത്തിട്ടാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് കിട്ടുക. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കോമ്പിനേഷനാണ്. ഉള്ളവർക്ക് ആ ഒരു ടേസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.